ആണ്. 8051 കേസിൽ സാധാരണ വി ആർ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ, ക്രിസ്റ്റൽ കണക്ഷൻ ഉണ്ട്. XTAL1 XTAL2 ഇടയ്ക്ക് നമ്മളൊരു ക്രിസ്റ്റൽ സർക്യൂട്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ സാധാരണ കോഡ്സ് ക്രിസ്റ്റലാണ് നമ്മൾ കൊടുക്കുന്നത്, കണക്ട് ചെയ്യുന്നത് XTAL1 XTAL2 ഇടയ്ക്ക്. അത് 12 മെഗാഹെർട്സ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ പോലും 11.0592 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ ആണ്, അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, 11.0592 മെഗാഹെർട്സ്. അപ്പോ ഇത് 12 മെഗാഹെർട്സ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് പറയാറുണ്ട്. ചിലപ്പോ അതിപ്പോ 12 മെഗാഹെർട്സ് എന്ന് ചിലപ്പോൾ ക്വസ്റ്റനിൽ തന്നിട്ട് ഒരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ, പക്ഷേ പോളിടെക്നിക് ലെക്ചറിന് അങ്ങനെ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ഒരു ടൈമറിന്റെ കൗണ്ട് വാല്യൂ അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ ടോപ്പിക് വരുമ്പോൾ അതിലൊക്കെ പ്രോബ്ലം വരാം. അപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് ഫ്രീക്വൻസി ഒന്നും തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 11 പോയിന്റ് ഇട്ടും ചെയ്ത് നോക്കാം, 12 വെച്ചും ചെയ്ത് നോക്കാം. കാരണം ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ 11.0592 മെഗാഹെർട്സ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ, അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞുവെങ്കിലും നമുക്ക് അതിലുള്ള കൺട്രോൾ സിഗ്നൽസിനെ പറ്റി പറഞ്ഞാല്, നമുക്ക് സാധാരണ ഈ പറഞ്ഞ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാം സിങ്ക്രണൈസ്ഡ് ആണ്, നമ്മുടെ ഫംഗ്ഷൻസ് എല്ലാം സിങ്ക്രണൈസ്ഡ് ആണ്. അപ്പോ അത് വരുമ്പോൾ തന്നെ, അത് മാത്രമല്ല അതിൽ കുറെ കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. ALE, ദാറ്റ് ഈസ് അഡ്രസ് ലാച്ച് ഇനേബിൾ. അഡ്രസ് ബസ്സും ഞാൻ പറഞ്ഞു 16 ബിറ്റ് അഡ്രസ് ബസ്സും 8 ബിറ്റ് ഡേറ്റാ ബസ്സും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ലോവർ ബൈറ്റ്, അതായത് ഇപ്പൊ അഡ്രസ് ബസ് 8 ബിറ്റാന്ന് പറഞ്ഞല്ലോ, അതില് അഡ്രസ് ബസ്സും ഡേറ്റാ ബസ്സും കൂടെ മൾട്ടിപ്ലൈസ് ചെയ്തിട്ടാണ് ആ ലോവർ ബൈറ്റ് 8 ബിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് സെയിം ടൈം തന്നെ അതിന് സെയിം ടൈം മീൻസ് ബൈ നമ്മൾ IALE കൺട്രോൾ സിഗ്നൽ വെച്ച് തന്നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് അഡ്രസ് ബസ് ആയിട്ടും ഡേറ്റ ബസ് ആയിട്ടും ഒരേ ബസ്സാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അതായത് മൾട്ടിപ്ലെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഈ ALE സിഗ്നലിനെ വെച്ചിട്ടാണ് അതിനെ നമ്മൾ അത് ഏത് അഡ്രസ് ബസ് ആണോ ഡേറ്റ ബസ് ആണോ എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുക മീൻസ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ സിഗ്നൽസിന്റെ ടോപ്പിക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് പറയാം. ഇപ്പോ പ്രോഗ്രാം മെമ്മറി, ഡേറ്റ മെമ്മറി ഞാൻ പറഞ്ഞു. അതിന്റെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനാണ് സാധാരണ നമ്മൾ റോം, സാധാരണ പ്രോഗ്രാം ആണ് സ്റ്റോർ ചെയ്യുന്നത്. റോം ഇപ്രോം, അതിന്റെ കപ്പാസിറ്റി പറഞ്ഞു 4 കിലോബൈറ്റ് ആണെന്ന് പറഞ്ഞു. ഡേറ്റ മെമ്മറി 128 ബൈറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എക്സ്റ്റേണൽ റാം ആഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇത്രയും ടോപ്പിക്ക് ഓർത്തിരിക്കുക. പറഞ്ഞതിൽ തന്നെ 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 32 ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറയുന്നത് ചിലത് മാത്രം കാണിക്കാം. അക്യുമുലേറ്റർ A ഉണ്ട്, A രജിസ്റ്റർ, B രജിസ്റ്റർ. ഞാൻ പറഞ്ഞു R0 to R7 ഓരോന്നും 8 ബിറ്റ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഓരോ ബാങ്കിലും 8 രജിസ്റ്റർ വീതം ഉണ്ടെന്ന് പറഞ്ഞു. ഡേറ്റാ പോയിന്ററിനെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ തിരിച്ചുപയോഗിക്കാം. അതായത് ഡേറ്റാ പോയിന്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിംഗ് 16 ബിറ്റ് കപ്പാസിറ്റി, DPH ആൻഡ് DPL. DPL എന്ന ലോവർ ബൈറ്റ്, DPH എന്ന അപ്പർ ബൈറ്റ്. ലോവർ ബൈറ്റ് 8 ബിറ്റ് ആണ്, അപ്പർ ബൈറ്റ് 8 ബിറ്റ് ആണ്. പ്രോഗ്രാം കൗണ്ടർ ടോട്ടലി ഇറ്റ് ഈസ് 16 ബിറ്റ്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഓരോ രജിസ്റ്ററും 8 ബിറ്റ് കപ്പാസിറ്റി ഉള്ളതാണ്. DPTR എന്ന് പറയുന്ന 16 ബിറ്റ് ഡേറ്റാ പോയിന്റ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് 8 ബിറ്റ് DPH ആയിട്ടും 8 ബിറ്റ് DPL ആയിട്ട് ഉപയോഗിക്കാം. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് 16 ബിറ്റ് ഡേറ്റയാണ്. ഈ നമ്മൾ പറയുന്ന കുറെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് A, B, ഇതിനൊക്കെ ഒരു അഡ്രസ് ഉണ്ട്. A എന്ന് പറയുന്നതിന് സാധാരണ നമ്മുടെ 8051 E0 എന്നുള്ള അഡ്രസ്സും B രജിസ്റ്ററിന് F0 എന്നുള്ള അഡ്രസ്സുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതില് ഈ 8 ബിറ്റ് A രജിസ്റ്റർ 8 ബിറ്റ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ അതിന്റെ ഓരോ ഓപ്പറന്റ് Aയിലും, അതുപോലെ തന്നെ ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ലോവർ ബൈറ്റ് Aയിൽ സ്റ്റോർ ചെയ്യും. അതാണ് A രജിസ്റ്ററിന്റെ ഫംഗ്ഷൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഡിവിഷനില് ഡിവിഡന്റ് ഹോൾഡ് ചെയ്യും, എന്നിട്ട് കോഷ്യന്റ് അതിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, P രജിസ്റ്ററിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മൾട്ടിപ്ലിക്കേഷൻ അപ്പർ ബൈറ്റ്, റിസൾട്ടിന്റെ അപ്പർ ബൈറ്റ് അതിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിവിഷനില് റിമൈൻഡർ സ്റ്റോർ ചെയ്യും. ഞാനിത് ഇത്രയും ഇതായിട്ട് വീണ്ടും പറയുന്നതിന് കാരണം
സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഓരോ രജിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതിരിക്കുക. എ രജിസ്റ്റർ എന്താണ്, ബി രജിസ്റ്റർ എന്താണ്, മൾ ഇൻസ്ട്രക്ഷൻ എയുടെ ഫംഗ്ഷൻ എന്താണ്, ഡിവ് ഇൻസ്ട്രക്ഷൻ ബിയുടെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ എയുടെ ഫംഗ്ഷൻ ആണ്. അതൊക്കെ വളരെ നല്ലോണം ബൈഹാർട്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കത്തുള്ളൂ. ഈ ഒരു പിക്ചറിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ഈ ബാങ്ക് 0-യില് 00 മുതൽ 07H വരെ അതെന്താ സംഭവം? അതിന്റെ അഡ്രസ്സാണ്. ഇപ്പോ ബാങ്ക് 0 എന്ന് പറയുന്നത് ഇപ്പോ 00 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ, 00 എന്ന് പറയുന്ന ലൊക്കേഷൻ ബാങ്ക് 0-യിൽ വരുന്നു. അതുപോലെ 01, 02, 03 അപ് ടു 07 ഇത്രയും ബാങ്ക് 0-യാ. ഓരോ രജിസ്റ്ററിലും 00 എന്ന് പറയുന്ന അഡ്രസ് ഉള്ള രജിസ്റ്ററിന് എഫ് ബിറ്റ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ 00 മുതൽ FF വരെയുള്ള ഏത് ഡേറ്റ വേണം അവിടെ സ്റ്റോർ ചെയ്യാം. എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു കൂടി ഞാൻ ആവർത്തിക്കാം. ബാങ്ക് 0 ഇവിടുത്തെ അഡ്രസ് ശ്രദ്ധിച്ചേ, 00 മുതൽ 07 വരെ ആണ് അതിന്റെ അഡ്രസ്. ബാങ്ക് 0 അതായത് 8 രജിസ്റ്റർ ഉണ്ടെന്നാ പറയുന്നത്. ഓരോ രജിസ്റ്ററിലും കപ്പാസിറ്റി 8 ബിറ്റ് കപ്പാസിറ്റി. അപ്പൊ ഓരോന്നും 07, 01, 02, 03, 04, 05, 07 അങ്ങനെ ഇവിടെ 8 രജിസ്റ്റർ. തൊട്ട് ബാങ്ക് 1-ൽ 8 രജിസ്റ്റർ, ബാങ്ക് 2-ൽ 8 രജിസ്റ്റർ, ബാങ്ക് 3-ൽ 8 രജിസ്റ്റർ. പറ്റുമെങ്കിൽ ഈ ഒരു അഡ്രസ്സും കൂടെ നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ മൊത്തം 128 ബൈറ്റ് ഓഫ് റാമിനെ 32 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത്രയും ഭാഗം 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്കാ. ഈ 32 ബൈറ്റിൽ 8 ബൈറ്റ് ബാങ്ക് 0, 8 ബൈറ്റ് ബാങ്ക് 1, 8 ബൈറ്റ് ബാങ്ക് 2, അടുത്ത 8 ബൈറ്റ് ബാങ്ക് 3. അങ്ങനെ മൊത്തം 32 ബൈറ്റ്. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 8 ബിറ്റ് ആണ്. അപ്പോൾ 8 ബൈറ്റ് ബാങ്ക് 0 എന്ന് പറഞ്ഞാൽ അവിടെ 8 രജിസ്റ്റർ ഉണ്ടെന്ന് അർത്ഥം. ഓരോ രജിസ്റ്ററിന്റെ കപ്പാസിറ്റി 1 ബൈറ്റ് ആണ്. 1 ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. ഓർത്തിരിക്കുക. ക്ലിയർ? 32 ബൈറ്റ് ഏരിയ രജിസ്റ്റർ ബാങ്കിന് വേണ്ടി മാറ്റിവെക്കും. 4 രജിസ്റ്റർ ബാങ്ക്, ഓരോ രജിസ്റ്റർ ബാങ്കും 8 ബൈറ്റ് ആണ്. അപ്പോ ഒരു രജിസ്റ്റർ ബാങ്കിൽ മൊത്തം 8 രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓരോ ബൈറ്റ് കപ്പാസിറ്റി ഉള്ള, അതായത് 8 ബിറ്റ് കപ്പാസിറ്റി ഉള്ള 8 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് അർത്ഥം. ബാക്കിയുള്ള ഈ പറഞ്ഞ 128 ബൈറ്റിലുള്ള അടുത്ത് 16 ബൈറ്റ് ശ്രദ്ധിക്കുക, 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ റാം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ. 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക് പോയി, 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ റാം ആയിട്ട് പോയി. അതായത് ബിറ്റ് വൈസ് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. പോയിന്റ് ഡോട്ട് ഇട്ടിട്ട് ഇന്ന .0, .1, .2 അങ്ങനെ ബിറ്റ് വൈസ് അഡ്രസ് ചെയ്യാൻ പറ്റും. അതായത് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. അങ്ങനെയുള്ള 16 ബൈറ്റ് ഉണ്ട്. അപ്പൊ 16 + 32 പോയി കഴിഞ്ഞാൽ അവിടെ 48 ആയി. 128 നിന്ന് 48 പോയി. ബാക്കി 80 ബൈറ്റ് എന്ന് പറയുന്നത് നമ്മള് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ട് 30H to 7F വരെ വരും. ഓക്കെ, ദെൻ അതും സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററും ചേർത്താണ് സ്ക്രാച്ച് പാഡ് റാം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, അത് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട കേസാണ്. RS1, RS0 അത് ഞാൻ എത്തിയിട്ടില്ല അങ്ങോട്ട്. അങ്ങനെ ഒരു 2 ബിറ്റ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേഡ് എന്നുള്ള രജിസ്റ്ററിലുണ്ട്. RS1, RS0 രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യാനുള്ള 2 ബിറ്റ് ആണ്. 2 ബിറ്റ് വൈസ് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തായാലും RS1, RS0 ആണ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേരിലെ RS1, RS0 ആണ് ഏത് രജിസ്റ്റർ ബാങ്ക് ആണെന്നുള്ളത് തീരുമാനിക്കുന്നത്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാം ബൈ ചേഞ്ചിങ് RS1 ആൻഡ് RS0 ഓഫ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേഡ്. RS1, RS0 ബിറ്റ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേഡിലെ RS1, RS0 ബിറ്റ് മാറ്റി നമുക്ക് രജിസ്റ്റർ, ഇവിടെ പറഞ്ഞ 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പറഞ്ഞ ഇത് മാറുന്നതിനനുസരിച്ച് നമുക്ക് ആ രജിസ്റ്റർ ബാങ്കിന് മാറ്റി സെലക്ട് ചെയ്യാന്നാ പറഞ്ഞു. ഓരോ ബാങ്കിലും ഈ പറഞ്ഞ പോലെ R0 to R7, R0 to R7 രജിസ്റ്റേഴ്സ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട വേറൊരു രജിസ്റ്റർ ആണ് സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്ററിന്റെ കപ്പാസിറ്റി 8 ബിറ്റ്. നമുക്ക് സാധാരണ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് 8085 ഒക്കെ പഠിച്ചിട്ട് പോകുമ്പോൾ
ഇതില് 8051 സ്റ്റാക്ക് പോയിന്റിന്റെ കപ്പാസിറ്റി 8 ബിറ്റ് ആണ്. 8 ബിറ്റ് പോയിന്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അഡ്രസ് ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ സ്റ്റാക്ക് പോയിന്റിന്റെ കപ്പാസിറ്റി 8 ബിറ്റ് ആണ്. അതിന്റെ ഡേറ്റ കാണുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കില. അപ്പോ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് അത് ഇൻക്രിമെന്റ് ചെയ്യും. ഇനിഷ്യലൈസ് ചെയ്തിരിക്കും 07 അതിന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഒരു കൂടെ പറയാം, ഇറ്റ് ഈസ് ഹാവിംഗ് കപ്പാസിറ്റി ഓഫ് 8 ബിറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ഡേറ്റ ഐറ്റം ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അതായത് ഡേറ്റ നമ്മൾ പുട്ട് ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആണ്. ദെൻ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാക്ക് പോയിന്റർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അതായത് എന്താ പറയാ, ഇത് പോയിന്റ് ചെയ്യുന്നത് സ്റ്റാക്കിന്റെ ടോപ്പിനാണ്, ടോപ്പ് അഡ്രസ്സിനാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. സ്റ്റോർസ് ഇൻ അഡ്രസ് ഓഫ് ദ സ്റ്റാക്ക്. അപ്പോ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇൻക്രിമെന്റ് ചെയ്യും. ഇത് ഇനിഷ്യലി വരുന്നത് അതിന്റെ വാല്യൂ, ഇനിഷ്യൽ വാല്യൂ 07 ആയിരിക്കും. അത് ഓർത്തിരിക്കുക, ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 07 ആയിരിക്കും. രണ്ട് രജിസ്റ്ററിനെ പറ്റിയാ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നമ്മുടെ രജിസ്റ്റർ R0 to R7 പറ്റി പറഞ്ഞു. then സ്റ്റാക്ക് പോയിന്ററിനെ പറ്റി പറഞ്ഞു. പ്രോഗ്രാം കൗണ്ടർ ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ 16-bit രജിസ്റ്റർ. പ്രോഗ്രാം കൗണ്ടർ ഈസ് എ 16. നിങ്ങൾ എഴുതുന്നവർക്ക് നോട്ട് ചെയ്യാം. പ്രോഗ്രാം കൗണ്ടർ ഈസ് എ 16-bit രജിസ്റ്റർ. അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് സ്പെസിഫൈ ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ആഫ്റ്റർ റീസെറ്റ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൗണ്ടർ 0000 ഇനിഷ്യലൈസ് ചെയ്യും. ശ്രദ്ധിക്കുക, ആഫ്റ്റർ റീസെറ്റ് പ്രോഗ്രാം കൗണ്ടർ ഇനിഷ്യലൈസസ് ടു 0000. അപ്പോ അത് ഒരു പോയിന്റ് ആയിരിക്കാം. കാരണം പ്രോഗ്രാം കൗണ്ടർ ആഫ്റ്റർ റീസെറ്റ് ഏത് വാല്യൂയിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു FF കൺഫ്യൂഷൻ ആക്കുന്ന കുറെ വാല്യൂ തന്നിട്ടൊക്കെ ചോദിക്കാം. അതിന് പ്രോഗ്രാം ഞാൻ കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക്, കുറച്ച് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ആഫ്റ്റർ റീസെറ്റ് പ്രോഗ്രാം കൗണ്ടർ വിൽ സെറ്റ് ടു 0000. 8051 ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഫെച്ച് ചെയ്യുന്ന സമയത്ത് 1 ബൈറ്റ് ആണ് അറ്റ് എ ടൈം ഫെച്ച് ചെയ്യുന്നത്. കാരണം നമ്മുടെ കപ്പാസിറ്റി ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ മൂവ്, നമ്മൾ ഇൻസ്ട്രക്ഷൻ പഠിക്കും. മൂവ് ഇൻസ്ട്രക്ഷൻ പറയുമ്പോഴത്തേക്ക് മൂവ് R0,65 എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ പഠിക്കും എങ്കിൽ നിങ്ങൾ കുറേയൊക്കെ ഫെമിലിയർ ആണല്ലോ. മൂവ് R0,45 എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ മൂവ് R0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹെക്സാഡെസിമൽ കോഡ് ഉണ്ടാവും. 45 എന്ന് പറയുന്ന അടുത്ത ഡേറ്റ. ഇതൊരു 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇൻസ്ട്രക്ഷൻ 8051 ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ 1 ബൈറ്റ് മാത്രമേ അറ്റ് എ ടൈം ഫെച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന് 2 ബൈറ്റ് ഉണ്ട്. അപ്പൊ 1 ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ടാണ് ഫെച്ച് ചെയ്യുന്നത്. അപ്പോ അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളെ പ്രോഗ്രാം കൗണ്ടറിന്റെ അഡ്രസ് ഇനിഷ്യലി 000. അതിപ്പോ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വി ആർ ഗോയിങ് ടു റൈറ്റ് ദ പ്രോഗ്രാം ഫ്രം 8000 തൊട്ട് പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിന്റെ അഡ്രസ് ആദ്യം 8000 ആയി. ദെൻ അതിന്റെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് അത് 1 by 1 ആയിട്ട് പ്രോഗ്രാം കൗണ്ടർ ഇങ്ങനെ എക്സിക്യൂട്ട് അതിനെന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, അതായത് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ ഫെച്ച് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൗണ്ടർ പ്രോഗ്രാം കൗണ്ടർ 1 ഇൻക്രിമെന്റ് ചെയ്യും. ഓരോ ഫെച്ചിങ്ങിന് ശേഷം പ്രോഗ്രാം കൗണ്ടർ 1 ഇൻക്രിമെന്റ് ചെയ്യും. ഇതിൽ പറയുന്ന പോയിന്റ്സ് ഓർത്തിരിക്കുക. ഒന്ന്, ഇറ്റ് ഈസ് എ 16-bit രജിസ്റ്റർ. അടുത്ത പോയിന്റ് പറഞ്ഞത്, അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ആഫ്റ്റർ റീസെറ്റ് PC വിൽ set to 0000H. 8051 fetches the instruction 1 byte at a time. ഒരു ബൈറ്റ് അറ്റ് എ ടൈം 1 ബൈറ്റ് ഫെച്ച് ചെയ്യും. ഫെച്ച് ചെയ്തതിനു ശേഷം അതൊന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, അടുത്തത് 8051ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ അഡ്രസ് 80 to FF വരെയാണ്. നമുക്ക് യൂസറിന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും ആ ഭാഗത്തോട്ട്. ഓക്കെ,
അപ്പോ അതിനു മുമ്പ് ഈ പറഞ്ഞതിൽ നിന്ന് ഉള്ള ഡൗട്ട് ചോദിക്കുകയാണേ. എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചാറ്റ് ബോക്സിലോട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ക്ലിയർ അല്ലെങ്കിൽ പറയണേ.